കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 4ാമത്തെ പ്രാക്ടിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ടൈറ്റിൽ വരുന്നത് യൂസ് ഓഫ് മാക്സ്, മിൻ, ആവറേജ് ആൻഡ് കോൺകാറ്റിനേറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ 4 ഫങ്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്: മാക്സിമം, മിനിമം, ആവറേജ് ആൻഡ് കോൺകാറ്റിനേറ്റ്. ഇവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ 2 ഔട്ട്പുട്ട് വരും എന്നുള്ളത് ഓർക്കുക. The highest of 6 players in volleyball team are given below. Find out the highest, lowest and average height using appropriate spreadsheet function. ഡീറ്റെയിൽസിനാണ് ഇമ്പോർട്ടൻസ്. ഹയസ്റ്റ് വാല്യൂ, ഹയസ്റ്റ് ഹൈറ്റ് എത്രയാണെന്നുള്ളത് കിട്ടണം, ലോവസ്റ്റ് ഹൈറ്റ് എത്രയാണെന്നുള്ളത് കിട്ടണം, ആൻഡ് ആവറേജ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ആവറേജ് ഹൈറ്റ് എത്രയാണെന്നുള്ളതും കിട്ടണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് അതേപടി നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്ക് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി ആദ്യം വേണ്ടത് എന്താണ്? ഫൈൻഡ് ഔട്ട്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഹയസ്റ്റ്, ലോവസ്റ്റ് ആൻഡ് ആവറേജ്. അപ്പോൾ നമുക്കിവിടെ ഹയസ്റ്റ് കിട്ടണം. അപ്പോൾ ഞാനിവിടെ താഴത്തെ റോയിൽ ഹയസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഹയസ്റ്റ് ഹൈറ്റ്, HIGHT, ഹയസ്റ്റ് ഹൈറ്റ്, ദെൻ ലോവസ്റ്റ് ഹൈറ്റ്, ദെൻ ആവറേജ് ഹൈറ്റ്. ഓക്കെ, അപ്പം ഇവിടെയാണ് B4ലാണ് ഹയസ്റ്റ് ഹൈറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. B5ൽ ലോവസ്റ്റ് ഹൈറ്റ് വരണം, B6ൽ ആവറേജ് ഹൈറ്റ് വരണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതാം. ഈക്വൽ ടു ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ നെയിമാണ് മാക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ സെലക്ഷൻ അങ്ങോട്ട് കൊടുക്കുക. അതായത് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. എവിടെ നിന്നിട്ട് B2 to G2 വരെയുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു B2 to G2 വന്നിട്ടുണ്ട്. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആൻസറായി. ഹയസ്റ്റ് ഹൈറ്റ് എത്രയാണ്? 188 തന്നെയാണ് ഹയസ്റ്റ്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം. ദെൻ ലോവസ്റ്റ് ഈക്വൽ ടു മിൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എഗെയിൻ ആ ഒരു റേഞ്ച് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 172. ഏറ്റവും കുറഞ്ഞ വാല്യൂ 172 ആണ്. ഇനി ആവറേജ് കിട്ടണം. ഓക്കെ, ആവറേജ് ഈക്വൽ ടു, ഇവിടെ ആവറേജ് തന്നെ ടൈപ്പ് ചെയ്യുക. ആവറേജ് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെലക്ഷൻ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 182. അതായത് ഇത് മൊത്തം കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 ചെയ്ത് കഴിഞ്ഞാൽ 182 ആൻസർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 1ാമത്തെ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫിൽ ദ അഡ്രസ് ഇൻ സെൽ A3 യൂസിങ് ദ സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ കോൺകാറ്റിനേറ്റ്. അപ്പോൾ ഞാനിവിടെ സെൽ A3 എന്നുള്ളത് ഇവിടെ ഞാൻ നോക്കുന്നില്ല. റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെൽ A3 എന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു ഇവിടെ ഞാൻ A3 ഇവിടെയാണ് A3 വരേണ്ടത്. അപ്പോൾ ഇനി A3 വരണമെന്നുണ്ടെങ്കിൽ പുതിയ ഷീറ്റ് തുറന്നിട്ട് അവിടെ പുതിയതായിട്ട് ഇൻപുട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സെല്ലിലാണോ ആൻസർ വരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സെല്ലിൽ തന്നെ ആൻസർ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഷീറ്റിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ തൊട്ട് ഇൻപുട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നെയിം, ഹൗസ് നെയിം, പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻ, പിന്നെ നെയിം കൊടുത്തിട്ടുണ്ട്, ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ്, പിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരെ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ വരണമെന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് ഞാൻ A3 അല്ല എടുക്കുന്നത്, A12 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. അഡ്രസ്സാണ് വരേണ്ടത്. ഓക്കെ, അഡ്രസ്. ഓക്കെ, ഇവിടെ ഈ ഒരു സെല്ലിൽ അഡ്രസ്സ് വരണം. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഓരോരോ സെല്ലിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ലിൽ A10 എന്ന് പറഞ്ഞ സെല്ലിൽ കൃഷ്ണകുമാർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. B10 പല്ലവി ഹൗസ് നെയിം എൻ്റർ ചെയ്തിട്ടുണ്ട്. C10 ചേവായൂർ പോസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. D10 കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. E10 പിൻകോഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരൊറ്റ സെല്ലിൽ വരണം. കൃഷ്ണകുമാർ, പല്ലവി, ചേവായൂർ, കോഴിക്കോട് 6730117 എന്നുള്ളത് ഒരൊറ്റ സെല്ലിൽ വരണം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈക്വൽ ടു
കോൺകാറ്റിനേറ്റ്, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആണ് വരേണ്ടത്. A10. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക. അത് കഴിഞ്ഞൊരു ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്യുക, ഒരു സ്പേസ് ഇടുക, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, എഗെയിൻ കോമ ഇടുക, ദെൻ പല്ലവി വരണം, കോമ ഇടുക, ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്യുന്നു, ഒരു സ്പേസ് ഇട്ടിട്ട് ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, എഗെയിൻ കോമ ഇടുക, ദെൻ ചേവായി ഒരു ക്ലിക്ക് ചെയ്യുന്നു, ദെൻ കോമ ഇടുക, ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്യുന്നു, ഒരു സ്പേസ് ഇടുന്നു, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു, കോമ ഇടുന്നു, എഗെയിൻ ഇതിങ്ങനെ തുടരുക. കോമ ഇടുക, ഡബിൾ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ദെൻ ഇത് ക്ലിക്ക് ചെയ്യുക, എഗെയിൻ കോമ ഇടുക, ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഉണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഇത് വന്നിട്ടുണ്ട്. അതൊരൊറ്റ സെല്ലിൽ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഡബിൾ ഇൻവെർട്ടർ കോമ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൃഷ്ണകുമാർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരണം, പല്ലവിയും കൃഷ്ണകുമാറും തമ്മിലൊരു സ്പേസ് വേണം. അതായത് നെയിമും ഹൗസ് നെയിമും തമ്മിലൊരു സ്പേസ്, ആ ഹൗസ് നെയിമും പോസ്റ്റും തമ്മിലുള്ള സ്പേസ്. അപ്പോൾ ഈ സ്പേസ് ഉണ്ടാക്കിയതാണ് ഈ ഡബിൾ ഇൻവെർട്ടർ കോമ. അത് കഴിഞ്ഞ് ഞാനൊരു സ്പേസ് ഇട്ടു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് പറയുന്ന സമയത്ത് ഡബിൾ ഇൻവെർട്ടർ കോമയിലാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കൊട്ടേഷൻ കാണിച്ച് അത് സ്പേസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, അവിടെ ഒരു ചെറിയ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, അപ്പം ഈ സ്ട്രിങ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻസും ലോവസ്റ്റ് ഹയസ്റ്റ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് മാക്സ് മിൻ ആവറേജ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.